ഹായ് ഫ്രണ്ട്സ്, ഡിസിൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നൊരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. അപ്പം നമ്മുടെ പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത്. നല്ല വൈഡായിട്ടുള്ളൊരു വി നെക്കായിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷേ നെക്ക് നമ്മൾ കൊടുക്കുന്നത് സ്കാലപ്പ് ബോർഡർ ആണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ചെറിയ സ്കാലപ്പായിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. നെക്കിന്റെ താഴത്ത് 3 ലെയറായിട്ട് നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റിംഗ് നോട്ട് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ബിഗിനേഴ്സിന് ഒരുപാട് പേർക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഫ്രഞ്ച് നോട്ട് വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡ് വർക്കാണ് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് വരുന്ന പോർഷൻസിലെല്ലാം ഫ്രഞ്ച് നോട്ട് വർക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വരുന്ന സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന 3 ലൈനിൽ നമുക്ക് ഒരേ കളർ ഫ്രഞ്ച് നോട്ട് വരും. നെക്സ്റ്റ് വരുമ്പോൾ അടുത്ത കളറ്, പിന്നെ 3 കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 കളർ വീതം സ്ട്രൈറ്റ് ആയിട്ട് ചെയ്ത് പോരുവാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ടിന്റെ ഇടയ്ക്ക് വരുന്ന പോർഷൻസിൽ നമ്മൾ കട്ട് ബീഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കാലപ്പായിട്ട് കൊടുക്കുന്നില്ലേ, അവിടെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതുപോലെ കറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ മെറ്റീരിയലിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് നെക്കിന്റെ വിഡ്ത്തും ലെങ്തും ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന നെക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ചും നെക്ക് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 6 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ റൗണ്ടഡ് പോർഷനിലെല്ലാം നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 3 കളർ ത്രെഡാണ് കേട്ടോ. ഒരു ക്രീം കളർ എടുത്തിട്ടുണ്ട്, പിങ്കിന്റെ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, റെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എംബ്രോയിഡറി ചെയ്യാനായിട്ട് അത്യാവശ്യം ഹോള് വലുപ്പമുള്ള നീഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ത്രെഡ് കയറാൻ കണക്കിനുള്ള ഏത് നീഡിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ 3 കളർ ത്രെഡും ഈ ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ വരുന്ന ഈ മിഡിൽ പോർഷനില്ലേ, ഈ മിഡിൽ പോർഷനിൽ 3 റൗണ്ടും നമ്മൾ ഫ്രഞ്ച് നോട്ട് ഫ്ലവറാണ് ചെയ്യുന്നത്. സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ 6 ഫ്രഞ്ച് നോട്ട് വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീഡിലേക്ക് 2 പ്രാവശ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇച്ചിരി ടൈറ്റ് ആയിട്ടാണ് കേട്ടോ താഴോട്ട് എടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളും ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ ഫുള്ളും ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നെക്ക് സ്കാലപ്പായിട്ടാണല്ലോ ചെയ്യുന്നത്, നമുക്ക് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഇതുപോലെ സ്കാലപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ളും ഇതുപോലെ സ്കാലപ്പ് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കും കുറച്ച് ഗ്യാപ്പ് വരുന്ന പോർഷൻ ഇല്ലേ, അവിടെ നമുക്ക് ഇതുപോലെ കട്ട് ബീഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതുപോലെ ഈ ഗ്യാപ്പ് വരുന്ന പോർഷൻസ് ഫുള്ള് നമുക്ക് ഇതുപോലെ സ്പ്രെഡിങ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് ചെയ്യുക. നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. 3 കളർ ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നെക്കിൽ സ്കാലപ്പ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് നോട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻ ആണ്. ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.